വർഷം നമുക്ക് കൊല്ലത്തേക്ക് പോയാലോ? കൊല്ലം കാർണിവലിന്റെ കൊടിയുരുന്നതാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. രാജ്കുമാറാണ് അവിടെ നിന്ന് ലൈവിലുള്ളത് അല്ലേ? ഇപ്പൊ രാജ്കുമാറിലേക്ക് പോകാം. രാജ്കുമാർ, കൊല്ലത്തെ ആ ഒരു ആവേശം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. ആടിപ്പാടി തിമിർക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. പ്രായഭേദമന്യേ എല്ലാവരും ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. രാജ്കുമാറുണ്ട്. രാജ്കുമാർ, എങ്ങനെയാണ് കൊല്ലം ന്യൂ ഇയറിനെ വരവേൽക്കുന്നത്? ദൃശ്യങ്ങളതെല്ലാം സംസാരിക്കുന്നുണ്ടല്ലോ. DYMS ലൈബ്രറി കൊല്ലം തങ്കശ്ശേരിയിലെ കൊല്ലം കാർണിവൽ ഷോ ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. 12 മണിയാകുമ്പോഴാണ് ഇതിന്റെ ശരിക്കുമുള്ള തൃശൂർ പൂരത്തിന് സമാനമായിട്ടുള്ള പരിപാടികൾ നടക്കാൻ പോകുന്നത്. കേൾക്കാൻ കഴിയുന്നില്ല, ശബ്ദം അത്രമാത്രം. ഇപ്പോ നിങ്ങളൊക്കെ വീണ്ടും ആഘോഷത്തിലേക്ക് തുടങ്ങിയല്ലോ. എന്തുകൊണ്ട് പറയാൻ ഹാപ്പി പ്രേക്ഷകരോട് എന്തോ പറയാനുണ്ട്? ഒന്നുമില്ല. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഒന്നും പറയാനില്ല. ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളുടെ തമാശയുടെ സ്വന്തമായ ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇതൊക്കെ ഒരു സാമ്പിൾ മാത്രമാണ്. 12 മണിയാകുമ്പോഴാണ് ഇവരുടെ ഒരു ഫുൾ പവർ നമുക്ക് കാണാൻ കഴിയുക. നിരവധി പേർ സംസാരിക്കാനുണ്ട്. DYMS ലൈബ്രറിക്ക് ഒരു ചരിത്രമുണ്ട്. 77ാം വർഷത്തിലേക്കാണ് അത് കടക്കുന്നത്. തങ്കശ്ശേരി, കൊല്ലം തങ്കശ്ശേരി എന്ന് പറയുമ്പോൾ ഡച്ചിന്റെയും പോർച്ചുഗീസിന്റെയും ബ്രിട്ടീഷിന്റെയും ഒക്കെ ഭരണസാവുള്ള ഒരു ഇടം കൂടിയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഇതിന്റെ ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. നമസ്കാരം ചേട്ടാ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളുടെ പോർച്ചുഗീസ് പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ന്യൂ ഇയർ കൊണ്ടാടുന്നത്. ജാതി മത ഭേദമന്യേ തങ്കശ്ശേരിക്കാർക്ക് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ആഘോഷിക്കുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ DYMS തങ്കശ്ശേരി ഈ പരിപാടി ഇവിടെ കാഴ്ചവെക്കുന്നത്. ഇന്ന് മാത്രമല്ല, നാളെ ജാനുവരി 1 ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ആഘോഷഭരിതമായ ഒരു സൂപ്പർ കാർണിവൽ, ഘോഷയാത്രയോട് കൂടി ഒരു സൂപ്പർ കാർണിവൽ കൂടി ഞങ്ങളുടെ ഈ തീരദേശം അരങ്ങേറുന്നുണ്ട്. സോ എല്ലാവരും വീക്ഷിക്കുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഇതാണ് കൊല്ലത്തിന്റെ കാർണിവലിന്റെ തുടക്കം കുറിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഷോ ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 12 മണിയാവുമ്പോൾ ഇതൊരു ഫുൾ പവറിലേക്ക് പോകും. ശരി രാജ്കുമാർ. വർഷ, തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് രാജ്കുമാർ ആവർത്തിക്കുന്നത്. തുടക്കം തന്നെ ഇത്ര വലിയ ആഘോഷമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്തായിരിക്കും രാജ്കുമാറിന്റെ ഒരു ആവേശം കൂടി നമുക്ക് അതെന്ന് കാണാൻ സാധിക്കും.